ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് FD ക്രെഡിറ്റ് കാർഡ് ഏതാണ്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുന്ന ഒരു സെക്യൂർ ക്രെഡിറ്റ് കാർഡ് ഏതാണ് കുറേ പേര് നമ്മളിപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് IDFC വാവിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്, വൺ കാർഡ് ലൈറ്റിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് മാഗ്നറ്റിൻ്റെ ക്രെഡിറ്റ് കാർഡ്. SBM ബാങ്കിൻ്റെ തന്നെയാണ്, അതായത് നമ്മുടെ വൺ കാർഡ് ലൈറ്റുകാരെ തന്നെ. അപ്പോൾ വൺ കാർഡ് ലൈറ്റ് ഇപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ അപ്പോൾ ഭയങ്കരമായിട്ട് റിജക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പകുതി പേർക്കും കിട്ടുന്നില്ല, കുറേ പേരുടെ ഡിലേ ആയിട്ട് ലാഗായിട്ട് പോകുന്നുണ്ട്. അതായത് നമ്മൾ ക്യാഷും സംഭവങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും, പിന്നെ അതിനുശേഷം നമ്മുടെ KYC ഫെയിൽ ആവും എന്ന് വെച്ചാൽ അവരെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്യൂ വന്നിട്ടുണ്ട് അവരുടെ വൺ കാർഡ് ലൈറ്റിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ വൺ കാർഡ് ലൈറ്റ് എടുക്കാൻ, FD ഇട്ട് എടുക്കുന്ന കാർഡ് എടുക്കാൻ. വൺ കാർഡ് ലൈറ്റ് ഏരിയയിലേക്കേ പോകണമെന്ന് വെച്ചാൽ പകുതി സമയം ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു 80% ആൾക്കാർക്കും സാധനം കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവരെ ക്യാഷ് അവിടെ കുടുങ്ങി കിടക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വൺ കാർഡ് ലൈറ്റിൻ്റെ ഏരിയയിലേക്കേ പോകേണ്ട. അപ്പോൾ പിന്നെയുള്ള നമുക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ IDFC വാവ് കാർഡും അതുപോലെ തന്നെ മാഗ്നറ്റ് കാർഡുമാണ്. അപ്പോൾ ഞാൻ IDFC വാവ് കാർഡ് നിങ്ങളുടെ ഏരിയയിൽ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ അത് കുറച്ച് എന്താ പറയുക, റിവാർഡ് റേറ്റ് സംഭവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് എന്ന് പറയുള്ളൂ. അതിനായിട്ട് കുറച്ചുകൂടി നല്ലത് നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ കാർഡ് തന്നെയാണ് കേട്ടോ. പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല കേട്ടോ, പെയ്ഡ് പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല. എന്താ വെച്ചാൽ നമ്മുടെ മാഗ്നറ്റ് കാർഡിൻ്റെ ഒരു ഗുണം വെച്ചാൽ നിങ്ങൾക്ക് നോർമലി ബാക്കിയുള്ള കാർഡുകളും പോലെ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. നമുക്ക് 7% നമുക്ക് FD ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻ നമുക്ക് 1% വരെ ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഹൈലൈറ്റ് പോയിന്റ് ആണ്. പിന്നെ SBM ബാങ്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ നോർമൽ നമ്മുടെ വൺ കാർഡ് ലൈറ്റുകാരുടെ ബാങ്ക് തന്നെയാണ്, അവർ തന്നെയാണ് കാർഡും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആപ്പ് ഞാൻ അതിന് നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫറിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് അൺലിമിറ്റഡ് റിവാർഡ് പോയിന്റ് ആണ് വരുന്നത്. പിന്നെ നമുക്കറിയായിരിക്കും FD കാർഡ് എടുക്കണം നമ്മൾ എന്തിനാ, നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനും ഉപയോഗിക്കും. അപ്പോൾ അതാണ് മെയിൻ അട്രാക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ട് FD വരുന്നത് 5000 രൂപയാണ്. 5000 രൂപയുടെ മുകളിൽ നിങ്ങൾക്ക് FD എത്ര റേറ്റ് വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷം വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ 45 ഡേയ്സിൻ്റെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡാണ് കിട്ടുക. പിന്നെ നമുക്ക് എന്താ പറയുക, ഞാൻ എന്താ പറയാൻ വന്നല്ലോ, മറന്നുപോയി. പിന്നെ പിന്നെ പറയാൻ വന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചാണ്. 7% ആണ് ഇവർ നോർമലി പറയുന്നത്. ബാക്കി മിക്ക ബാങ്കുകളും നമ്മുടെ FD ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ IDFC വാവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ വൺ കാർഡ് ലൈറ്റ് ആയിക്കോട്ടെ, എല്ലാം ഓൾമോസ്റ്റ് 7.1 7.2 റേഞ്ചൊക്കെ വരും കേട്ടോ. അത് നമ്മുടെ ടെനർ അനുസരിച്ച് ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഞാൻ ഒരു ടിപ്പും കൂടി നമുക്ക് തരാം. എന്താ വെച്ചാൽ നിങ്ങളൊരു FD കാർഡ് തുടങ്ങുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 മാസത്തേക്കെങ്കിലും അത് ഹോൾഡ് ചെയ്യാൻ നോക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ 6 മാസം മുമ്പ് അത് പിന്നെ ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫൈൻസും സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും നമുക്ക്. നമ്മൾ എന്തിനാ നമ്മുടെ FD ഇടുന്നത്? FD എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമുക്ക് ആ എമൗണ്ടും ഒരു ഇൻട്രസ്റ്റ് ഇടാനാണ്. അപ്പോൾ നമ്മൾ അത് ഇതുപോലെ നമ്മൾ FD കാർഡ് ഇട്ടിട്ട് അത് നമ്മൾ 6 മാസത്തിന് മുമ്പ് തന്നെ ക്ലോസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവർ പെനാൽറ്റിക്ക് എടുക്കും. നമ്മൾ ഇത്ര പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതിന്, മെച്ചൂരിറ്റിക്ക് മുമ്പ് ക്ലോസ് ചെയ്യുന്നതിന് പെനാൽറ്റി സംഭവങ്ങളൊക്കെ എടുക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നോർമലി മെച്ചൂരിറ്റി വരുന്നത് 1 ഇയർ ആണ്. അപ്പം മിനിമം ഒരു മാക്സിമം ഒരു 1 ഇയർ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അതിന് മുകളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്രെഡിറ്റ് സ്കോർ ബിൽഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്യാൻസലും ചെയ്യാം. അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസമെങ്കിലും ഉപയോഗിക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ 6 മാസത്തിനും താഴെ ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ കാർഡിൻ്റെ ചാർജ് അതുപോലെ പെനാൽറ്റി സംഭവങ്ങളൊക്കെ ഒരു പിടിച്ചിട്ട് ബാക്കിയേ തരുന്നുള്ളൂ. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ മാഗ്നറ്റിൻ്റെ കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുക, നമുക്ക് അതിൽ സൈനപ്പ് ചെയ്യുക, ഫോൺ നമ്പർ സംഭവങ്ങളൊക്കെ കൊടുത്ത് സൈനപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എത്ര എമൗണ്ടിലാണ് നിങ്ങൾ ഇടാൻ പോണത്, 5000 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിൻ്റെ 90% ലിമിറ്റാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇപ്പോൾ 10000 ഇട്ട് കഴിഞ്ഞാൽ 99,000 ആണ് നമുക്ക് ലിമിറ്റ് കിട്ടുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഇവരുടെ ഒരു ലിമിറ്റിൻ്റെ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്കത് ഫിക്സഡ് സംഭവം കിട്ടുക. അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ KYC ആയിരിക്കും. വീഡിയോ KYC സംഭവം കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ആക്ടിവേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇതിൽ വെർച്വൽ കാർഡും കിട്ടുന്നുണ്ട്, നമുക്ക് അതുപോലെ തന്നെ ഫിസിക്കൽ കാർഡും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു FD കാർഡ് ഒരു നമ്മുടെ ഫെബ്രുവരി 2024 ബെസ്റ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി പറയാൻ പോകുന്നത് നമ്മുടെ മാഗ്നറ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ മറ്റവരമ്പ പോലെ തന്നെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. പിന്നെ നിങ്ങൾക്കറിയാം കുറേ പേർക്ക് ഈ ക്രെഡിറ്റ് സ്കോറിൻ്റെ ഗുണങ്ങളും സംഭവങ്ങളൊന്നും അറിയില്ല. നമുക്ക് ക്രെഡിറ്റ് സ്കോർ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാശ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ചിലപ്പോൾ ഹോം ലോൺ എടുക്കാൻ പോകും, ചിലപ്പോൾ കാർ ലോൺ എടുക്കാൻ പോകും, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പോകും. അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ ഭയങ്കര ലാഭമാണ്. 1% എങ്ങനെയും നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ അല്ലെങ്കിൽ പോയിന്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കാശ് ലാഭിക്കാൻ പറ്റും. അത്രയ്ക്കും ഡിഫറൻസ് വരും, അത്രയ്ക്കും വലിയ ടെനർ വരുമ്പോൾ അത് നിങ്ങൾക്ക് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയുള്ളൂ. 1% ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലക്ഷങ്ങൾ ചിലപ്പോൾ ലാഭിക്കാൻ പറ്റും ഹോം ലോണിൽ സംഭവിക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ എപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. മിനിമം ഒരു 6 മാസത്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവർക്കാണ് ശരിക്കും ആക്ച്വലി FD കാർഡ് എടുക്കുന്ന പരിപാടി.
എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവർക്ക് പിന്നെ നോർമൽ കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. നിങ്ങളുടെ സാലറി പ്രൂഫ് സംഭവങ്ങളൊക്കെ വെച്ചുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനൊക്കെ പറ്റൂട്ടോ. അത് ഇല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. FD കാർഡായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ ഈ കാർഡിൻ്റെ കുറേ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് എക്സ്പോഷർ കൂടുന്നുണ്ടല്ലേ. അപ്പോൾ സംഭവങ്ങൾ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ 2 ചാനൽ നിങ്ങൾ അതുപോലെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് കാണാം.